ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് സച്ചിൻ കൂടെ എത്താണ് കേട്ടോ. അല്ല രേവതി, പൗഡർ ഇടത്തേക്കും ശ്രുതിക്കും കൊടുത്ത പണി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ ചിരിക്കൂട്ടോ. പൗഡർ ഇടത്തേക്ക് കൊണ്ട് ഈ വെജിറ്റബിൾ ബിരിയാണി കൂടി ഉണ്ടാക്കിച്ചാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്നങ്ങ് പറയുന്ന നേരത്തെ രേവതി ചോദിക്കും, അല്ല നിങ്ങളെന്താ അടുക്കളയിൽ അവിടെ പോയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ ഭർത്താക്കന്മാർ അടുക്കളയിലേക്ക് വരുന്നത് എന്തിനാന്ന് ചോദിക്കാട്ടോ. എന്തിനാ പറയില്ല, പക്ഷെ ചെയ്ത് കാണിക്കാം എന്നങ്ങ് പറഞ്ഞ് രേവതി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി അച്ഛാ അച്ഛാ എന്ന് വിളിക്കും. അപ്പോൾ രവി എന്താ മോളെ എന്ന് ചോദിക്കുകയാണേ. ഒന്നുമില്ല അച്ഛാ, അച്ഛൻ ചായ വേണമെന്ന് ചോദിച്ച രേവതി എന്ന് പറയട്ടെ സച്ചി. എന്നിട്ട് രേവതി ആണെങ്കിൽ അടുക്കളയിലെ പുറത്തേക്ക് ഉന്തിയിടാണ് കേട്ടോ സച്ചിയെ. അവിടെ നിന്നും ഓടിപ്പോയി രേവതിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടാണ് സച്ചി വരുന്നത്. തുടർന്ന് നമ്മുടെ ചന്ദ്രയും രവിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി വാങ്ങാൻ പോയവനെ കാണാനില്ലല്ലോ എന്നങ്ങ് പറയുന്നതും ശ്രുതി വരുന്നുണ്ടേ. ശ്രുതി, ഞാൻ പറഞ്ഞ പച്ചക്കറിയൊക്കെ വാങ്ങി ശ്രുതി എന്ന് പറഞ്ഞാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് കയ്യിലുള്ള ബാലൻസ് കൊടുക്കുന്നുണ്ട്. പച്ചക്കറിക്ക് 490 രൂപ, 10 രൂപ ബാലൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കും, പച്ചക്കറിക്ക് 490 രൂപയോ? ഞാൻ കുറച്ച് വാങ്ങിക്കാനല്ലേ ശ്രുതി പറഞ്ഞത് എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ രേവതി ആണെങ്കിൽ സഞ്ചി വാങ്ങിയിട്ട് നോക്കുന്നുണ്ട്. അയ്യോ, ഇത്രയും പച്ചക്കറിക്ക് 490 രൂപയൊന്നും വരത്തില്ല എന്നങ്ങ് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില എന്ന് ചോദിക്കാട്ടോ ശ്രുതി. അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, നീ വിയർത്തിട്ടില്ലല്ലോ, പുറത്ത് നല്ല വെയിലാണല്ലോ, എന്നിട്ട് എന്താ നീ വിയർക്കാത്തത്? അതിനെ ഞാൻ കാറിലാ പോയതെന്ന് പറയാം കേട്ടോ. കേട്ടില്ല അച്ഛാ, ഒരു ഇത്തിരി പച്ചക്കറി വാങ്ങിക്കാൻ ഇവ കാറിൽ പോയത്രേ എന്നങ്ങ് പറയുന്ന നേരത്തെ രവി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നിന്റെ കയ്യിൽ പച്ചക്കറി വാങ്ങിച്ച ബില്ലുണ്ടോ എന്ന് ചോദിക്കുകയാണ് രവി. അതെടുത്ത് കൊടുക്കൂട്ടോ. ബില്ലിൽ അടിച്ച തുകയൊക്കെ ശരിയാണ് എന്ന് പറയുമ്പോഴേക്കും കടക്കാരൻ രവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവരുടെ മെഷീനിൽ കംപ്ലൈൻ്റ് ഉള്ള കാര്യം വിളിച്ച് പറയാണ് കേട്ടോ. അത് മനസ്സിലാക്കി ഇവനെ കുറെ തവണ അയാൾ വിളിച്ചത്രേ. ഇവൻ കേൾക്കാതെ കാറിൽ ഇങ്ങ് കയറിപ്പോന്നത്രേ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ക്യാഷ് കൊടുക്കാനുള്ള ആരോ വിളിക്കാന്ന് വിചാരിച്ചു. അതല്ല, ഏതോ പരിചയക്കാര് വിളിക്കാന്നാ ഞാൻ വിചാരിച്ചതെന്ന് പറയണേ. അങ്ങനെ ശ്രുതിയുടെ നമ്പർ അയാൾക്ക് വിട്ടുകൊടുക്കുകയും അതിലേക്ക് ഗൂഗിൾ പേ ചെയ്തോളാൻ വേണ്ടിയിട്ട് പറയണേ. അതിനുശേഷം നമ്മുടെ രവി പറയും, സച്ചി, നാളെ നല്ലൊരു ദിവസമായിട്ട് നീ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ നാളെ എന്താ വിശേഷ ദിവസം എന്നും ചോദിച്ചിങ്ങനെ ശ്രുതി ആലോചിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ശ്രുതിയും ഒക്കെ ചോദിക്കും, നാളെ എന്താ വിശേഷ ദിവസം എന്നും ചോദിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ സച്ചി പറയാം, ഓർമ്മയുണ്ട്, അച്ഛൻ്റെ ക്യാഷ് എടുത്ത് ഇവൻ ഓടിപ്പോയ ദിവസമല്ലേ എന്നങ്ങ് ചോദിക്കുന്ന നേരം നമ്മുടെ ശ്രുതിക്കും മുഖം ആകെ വാടിപ്പോയിട്ടോ. അതേസമയം നമ്മുടെ ചിരിച്ചുകൊണ്ടിരുന്ന രേവതിക്ക് സങ്കടം വരും കേട്ടോ. ഇദ്ദേഹത്തിന് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അടുക്കളയിലേക്ക് അങ്ങ് പോകട്ടോ. എന്താ അച്ഛാ നാളത്തെ വിശേഷം എന്ന് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ രവി പറഞ്ഞു കൊടുക്കും, നിന്റെ വിവാഹ വാർഷികാടാ നാളെ എന്നങ്ങ് പറയുന്ന നേരത്ത് ഓ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി എത്തി നോക്കുകയാണ് കേട്ടോ രേവതിയെ. രേവതി ആണെങ്കിൽ കരയുന്നത് കാണുമ്പോൾ സച്ചിയും അടുക്കളയിലേക്ക് പോകും. അപ്പോൾ രേവതിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് മേശയിലേക്ക് ഇങ്ങനെ ഇറ്റുന്നുണ്ടാവും. അങ്ങനെ രേവതി ആണെങ്കിൽ പുറത്തേക്ക് പോവാണ് കേട്ടോ. രേവതി, നിൽക്ക് രേവതി, ഞാനേ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിച്ചാൽ അറിയില്ല അല്ലേ എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ സച്ചി പറയും, അയ്യോ ഞാനത് മറന്നിട്ടൊന്നും ഇല്ല. അച്ഛൻ പെട്ടെന്ന് അങ്ങ് ചോദിച്ചപ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. ഇത് രണ്ടാമത് പറയാന്ന് വിചാരിച്ചിരുന്നു. ആ ദിവസത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഏട്ടൻ ഓടിപ്പോയതാണല്ലേ ഓർമ്മ വന്നത്, അത്ര പോലും എന്നെ കല്യാണം കഴിച്ച ഓർമ്മയില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓർമ്മയുണ്ട് രേവതി, അതാ ഞാൻ പറഞ്ഞത് രണ്ടാമത് പറയാന്ന് വിചാരിച്ചിട്ടാ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും പിണങ്ങി പോവാണ് കേട്ടോ. അത് പിന്നെ രേവതി ഒരു പെണ്ണൊക്കെ കണ്ട് കത്തൊക്കെ അടിച്ച് ഒരു കല്യാണം കഴിക്കുമ്പോൾ ആ ദിവസം നല്ല ഓർമ്മയിൽ വരും. ഇത് പിന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ പോയോടത്ത് നിന്ന് അച്ഛൻ വിളിപ്പിച്ച് എന്നെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചതല്ലേ, അതുകൊണ്ടാ എനിക്ക് പെട്ടെന്ന് അങ്ങ് ഓർമ്മയിൽ വരാത്തത്. അതൊന്നും സാരല്ല രേവതി, എനിക്ക് ആ ദിവസമല്ല ഓർമ്മ, ഞാൻ നിനക്ക് രണ്ടാമത് താലി വാങ്ങിച്ചു തന്നപ്പോൾ നീ എന്നെ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടില്ലേ, ആ ദിവസത്തെ ഓർമ്മ മതി നമ്മുടെ കല്യാണ ദിവസമായിട്ട് എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ രേവതിക്ക് സന്തോഷമാവാണ് കേട്ടോ. പിന്നീട് അവിടെ ഒരു റൊമാൻസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.